ഹായ്, നമ്മളിന്ന് ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒരു പഴംപൊരിയല്ല, 2-3 പഴം കിട്ടിയിട്ടുണ്ട്. എന്നാൽ പഴംപൊരി ആക്കിയേക്കാമെന്ന് വിചാരിച്ച്. കുറേ നാളായിട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട്. മുത്ത് ഉണ്ടാകുന്നതിന് മുമ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കലേ ഉള്ളൂ. മടിയല്ല, സമയം കിട്ടാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ഉണ്ടാവും. പിന്നെ പഴം പുഴുങ്ങി കഴിക്കും. അതൊക്കെയാണ് പതിവ്. ഇന്നപ്പം പഴംപൊരി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരിയും ബീഫും നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ ടിന്നിനകത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാണ് കവറിൽ നിന്ന് പിന്നെ ഇട്ടത്. പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടു. ഇത്തിരി ഒരു മുറുക്കം കിട്ടാൻ വേണ്ടി എള്ളിട്ടിട്ടുണ്ട് കേട്ടോ. എള്ള് കഴിക്കണത് പിള്ളേർക്കൊക്കെ നല്ലതാണല്ലോ. പിന്നെ കാണാനും ഒരു ഭംഗി. മുത്തിവിടെ ഇരുന്ന് നല്ല കളിയാണ് കേട്ടോ. പഴത്തിന് നേരിയ മധുരക്കുറവ് ഉണ്ടാവുകൊണ്ട് ഇത്തിരി പഞ്ചസാര ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു ഉപ്പെന്ന് പറഞ്ഞാൽ സ്പൂണിനിടുമ്പോൾ നിങ്ങൾ ഓർക്കും ഒരുപാട് ഇട്ടിട്ടുണ്ടെന്ന്. കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുത്ത് പൊതുവേ പഴം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. പൊന്നു ആണെങ്കിൽ പുറമേന്ന് പഴംപൊരി പൊന്നുവിന് ഇഷ്ടമല്ല, ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും മുത്തിനോട് പൊന്നു പറയാണ്, നീ ഉണ്ടായിട്ട് ആദ്യമായിട്ട് അമ്മ പഴംപൊരി ഉണ്ടാക്കണേന്ന്. കുറേ നാളുകൂടി ഉണ്ടാക്കുമ്പോൾ ശരിയാവും, നോക്കാം. എന്തായാലും ഒരു പരീക്ഷണമല്ലേ, നോക്കട്ടെ കേട്ടോ. ഇന്ന് പണിയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. മുത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പോയതായിരുന്നു കേട്ടോ. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് ലേസ് വാങ്ങിച്ചു കൊടുത്തു. പാക്കറ്റൊക്കെ കാലിയായി, പക്ഷേ അതിനകത്ത് ഇപ്പോഴും ആ കവറ് കളയാൻ കൂട്ടാക്കിയിട്ടില്ല. എല്ലാ മക്കളുടെയും ഒരു പരിപാടിയാണല്ലോ ലേസ് തീറ്റ. ഓയിൽ ഒഴിക്കാൻ നോക്കി മടുത്ത്. ലാസ്റ്റ് ഞാൻ അതിൻ്റെ അടപ്പും ഫുള്ളായിട്ട് തുറന്നു കേട്ടോ. ചെറിയ ഹോളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മൊത്തം കമത്തിയേക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ഓയിൽ കുപ്പിയിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യം വലിയ ഗമയ്ക്ക് പഴമൊക്കെ നീളത്തിലൊക്കെ മുറിച്ചു. അപ്പോഴാണ് പൊന്നു പറഞ്ഞ്, ഇത് മുഴുവൻ അതിനകത്ത് മുങ്ങുമേ, ഓയിൽ കുറവല്ലേ എന്ന്. പിന്നെ അതിനെ രണ്ടാക്കി, ഒരു പീസിനെ പിന്നെയും രണ്ടാക്കി. അപ്പം നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടായോ, ഞാൻ മാവ് ഇത്തിരി ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പഴംപൊരി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ നമ്മുടെ ഇടയ്ക്ക്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. ഉന്നക്കായ പഴംപൊരി, വേറെ പാലാ സൈഡിലോട്ടൊക്കെ ബോളി എന്നൊക്കെ പറയും. അപ്പം ആദ്യം ഞാൻ ഓർത്തു മഞ്ഞൾപ്പൊടി കൂടിപ്പോയെന്ന് വിചാരിച്ചു. നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ലല്ലോ. കൂടിയിട്ടൊന്നുമില്ല, കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. കുറേ ആയിട്ട് വീഡിയോ ചെയ്തിട്ട്. പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു പണിക്ക് പോകുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം കട്ടിൽ കണ്ടാൽ ശവമെന്ന് പറയില്ലേ, ആ അവസ്ഥയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റിയേയില്ല. ചോറ് പോലും തിന്നാൻ പറ്റില്ലാത്ത പോലെയാണ് വരുന്നത്. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. വന്നു കുളി കഴിഞ്ഞു. പൊന്നു നിർബന്ധിച്ചാൽ എന്തെങ്കിലും കഴിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കയറി കിടക്കും. മുത്തിൻ്റെ എൻ്റെയും കുളി കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കലില്ല. അതുപോലെ വയ്യാതെയാണ് വരുന്നത്. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ പോവില്ല കേട്ടോ, കാരണം മുത്തിനെ നോക്കാൻ ആരുമില്ല. അത് കാരണം പണിക്ക് പോക്കും നിർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി തീരാറായിട്ട്. അതേ ചായ വെച്ചിട്ടുണ്ട്. ചായയുടെ പരിപാടി പൊന്നുവിനാണ്. പൊന്ന് ചായ എടുക്കട്ടെ. ചായ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴംപൊരിയും ചായയും കൂടെ കഴിക്കാം. വീട്ടിലിരിക്കുന്ന ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെയാണ് എൻ്റെ കോലം. കാരണം ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് കിട്ടുന്ന പോലെയാണ്. പക്ഷേ മുത്തിനെയും കൊണ്ടൊന്ന് കറങ്ങി ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നതല്ലേ, റെസ്റ്റ് എന്ന് പറയാനും പറ്റൂലല്ലോ. മുത്ത് ഒന്ന് കടിച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ.